നിനക്കെന്തെങ്കിലും കഴിക്കാൻ വേണോ? എനിക്കൊന്നും വേണ്ട. പട്ടി വെച്ചിട്ട് പോടാ. ആര് തിന്നണ്ട. സമാധാനമായല്ലോ. കൊച്ചിട്ടുള്ള ഡ്രസ് കണ്ടായിരുന്നു. കൊള്ളാല്ലേ? ഞാൻ കണ്ട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആ കൊച്ചു ഡിസൈൻ ചെയ്യുന്നു. തയ്ക്കൊന്നല്ലേ എന്ന് അറിഞ്ഞു. ഡ്രസ് ഇന്നലെ കല്യാണത്തിന് വെച്ച് കണ്ടപ്പോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോ ലേറ്റ് ആയല്ല. താമസം. നോക്കണ ഇവളിവിടെ പോണു. ഇവക്ക് ഈ ഇടയായിട്ട് കുറച്ച് മാറ്റമുണ്ട്. ഞാൻ 2 ദിവസം കൊണ്ട് ശ്രദ്ധിക്കണം. എന്താന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ നോക്കുന്നുണ്ട്. ചേട്ടാ എന്താടാ ഒരു സാധനം കാണിക്കാട്ടാ. ഇതേണ്ട എന്താടാ അത്? അത് നിങ്ങൾ എന്നെ കയറി പിടിക്കുന്നത് നിങ്ങൾ അനിയത്തി കാണിച്ചതിന്. ഇതാ നോക്ക്. നിന്റെ കൂടെ നടക്കുന്നത് എപ്പോഴും. നിങ്ങൾ ആരാ വിളിക്കണ? അവളെ വിളിക്കണ്ട. നിങ്ങൾ അവന്റെ അടുത്ത കാര്യം പറയുന്നത്. നിങ്ങൾ അനിയത്തിൽ സംസാരിക്കാത്ത വിളിക്കാനാണ്. അവന്റെ സംസാരിക്കും. അവന്റെ അടുത്ത് പോയി സംസാരിച്ചില്ലേ? ആ അവിടെ ഉണ്ടാവും. അത് ഞാൻ അറിഞ്ഞൂടാ. ഞാൻ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ അനിയനെ വിളി. അവന്റെ കൂടെ എല്ലാം നടക്കണം. അവന്റെ മൊത്തം കമ്പനിയാണ്. എന്താ ഉണ്ട്? തന്നെ നീ ജോലി ഇടുന്ന പ്രശ്നം? ഒന്നുമില്ല. അതിനാ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിലേ വീട്ടിലേക്ക് ഞാൻ ഒരു പെട്ടിയൊക്കെ ഉണ്ട് കേട്ടാ. ശരിതാ. അതെല്ലാം പറഞ്ഞു തരാം. എന്നെ കയറാം. നീ പറഞ്ഞില്ലേ? ഞാൻ വന്നോളാം. അവളെ നീ അവോയ്ഡ് ചെയ്യുന്നത് അവൾക്ക് നല്ല ഫീൽ ആവുന്നുണ്ട്. അതെനിക്കറിയാം. അവളെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് അവൾക്ക് പിന്നെ അത് മനസ്സിലായി. നീ അവളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? അവള് വരുന്നു. അവൾക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞു. നിങ്ങള് പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ ഞാനും വരുന്നു. എന്താ എന്നെ കണ്ടിട്ട് ഒരു സന്തോഷം ഇല്ലാത്തേ? എന്ത് പറ്റി എനക്ക്? അതൊന്നും ഇല്ലടി. ഇല്ല, എന്തോ ഉണ്ട്, നീ പറ. എനിക്കറിയണം. ഒന്നുമില്ല. ഇല്ല, നീ ഇവിടെ ഇരിക്കേ. എനിക്കറിയണം. കാര്യം പറ, എന്തോ ഉണ്ട്. അവന്റെ ചേട്ടൻ വന്നിട്ട്. ചേട്ടൻ? എന്റെ ഗൗതം ചേട്ടൻ. എന്ത് പറഞ്ഞു? നീ നിന്റെ പറയാൻ വന്നു കഴിഞ്ഞാൽ എന്നാ കൊല്ലുമെന്നൊക്കെ പറഞ്ഞു. നീ വാ, നമുക്ക് കല്യാണം കഴിക്കാം. ഇപ്പൊ നിന്റെ ചേട്ടന്മാരാ? എന്റെ ചേട്ടന്മാരല്ലേ, ഞാൻ പറഞ്ഞ കേക്ക്. അത് ശരിയാവുന്നില്ല. അവന്റെ ചേട്ടന്മാർ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നവും. അത് വേണ്ട നമുക്ക്. ഇല്ല, എന്റെ ചേട്ടന്മാരല്ലേ, ഞാൻ പറഞ്ഞ മനസ്സിലായിക്കോളാം. നീ വാ. എന്തിനൊക്കെ പറഞ്ഞാലും അവൻ കറക്റ്റ് പ്ലാനിങ് ആയിരുന്നു. നിന്റെ കൂടെ നടന്നിട്ട് നിന്റെ അനിയത്തി തന്നെ പറഞ്ഞ മൈൻഡ് എടുത്തല്ല. അവന് ഇനി ഒന്നും നോക്കാനില്ലല്ലോ സത്യം. അത്യാവശ്യം സ്വത്തുക്കളായ ഒരു പെണ്ണായി വീട് പോലും അതെല്ലാം അവൻ അത് മാത്രമല്ല.
പ്രശാന്തേട്ടാ അത് വളരെ ഉണ്ട്. നമുക്ക് അവിടെ പോയി അവനെ തൂക്കാണ്. എടാ അത് നടക്കുന്ന കേസല്ലടാ. കോളനിക്കകത്ത് നമ്മൾ എങ്ങനെ അവനെ നോക്കും? പിന്നെ കോളനി ഇതിന്റെ അപ്പുറത്ത് നമ്മൾ തൂക്കിയിട്ടുണ്ട്. പിന്നല്ലേ ഇത് അവിടെ പറ്റൂലടാ ഈ സമയത്ത്. നമുക്ക് ഇതിന് പുറത്ത് വെച്ച് വല്ലതും ചെയ്യാൻ പറ്റുമോ? എങ്കിൽ അവനെ പുറത്ത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ശരി, ഡീറ്റെയിൽസ് ഒക്കെ ഉറപ്പായിട്ടും വിളിക്കും. ശരി, നീ ആലോചിക്കാതെ ഒന്നും ചെയ്യല്ലേ ഏട്ടാ, ശ്രദ്ധിച്ചേക്കാം. ശരി. ഹലോ, കിട്ടിയടാ അവനെ? നമ്മളെ മനു ഇല്ലേ, മറ്റേ അഭിലാഷിന്റെ നിന്ന് പൈസ വാങ്ങാൻ വേണ്ടിട്ട് ബൺറോണ്ടിന് അവിടെ വരുന്നുണ്ട്. ഇപ്പൊ പോയാ പൊക്കാം. ഹലോ, എവിടെ എവിടെ കേട്ടോടാ? ഹലോ ഹലോ, വലിയ ബാലൻസ് തീരാൻ കണ്ട സമയം. ഇവന്റെ കല്യാണം കഴിഞ്ഞാ? ആടാ, ഓ ഇത് ഗവർണർ ചേട്ടന്റെ അനിയത്തി, അവൻ രക്ഷപ്പെട്ടോ. സിഗ്ന ഏതാണ്? ഇതാണ് മനുവിന്റെ അളി. അവള് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് പറഞ്ഞ ചേട്ടന്മാരെ കേൾക്കുമെന്നാണ് അവള് പറയണത്. എനിക്കാണെങ്കിൽ കൈയും കാലും പറയും. എടാ ഗൗതം ചേട്ടാ, എനിക്കാണെങ്കിൽ കൈയും കാലും പറയും. പ്ലീസ് ചേട്ടാ, ചേട്ടാ ഒന്ന് ചെയ്യലേ. നിനക്ക് പണം വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ തരുമായിരുന്നു. പക്ഷെ നീ എടുത്തത് എന്റെ ജീവനാണ്. ചേട്ടന്മാരെന്ത് പറഞ്ഞു? ചേട്ടന്മാരൊന്നും പറഞ്ഞില്ല. എന്താണ് റിയാക്ഷൻ എന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞത് കേൾക്കും. 2-3 മാസമൊക്കെ ആകുമ്പോ ശരിയാവുമായിരിക്കും. എന്താടാ, എന്ത് പറ്റി? അവ എവിടെ? എടാ കുടിച്ചാൽ മതി, വെള്ളം എടുത്ത് തരുമോ? ഗൗരി, കുറച്ച് വെള്ളം എടുത്തു കൊടുക്ക്. എടാ ചിത്തു, എന്ത് പറ്റിയടാ? അത് ഗൗതം ചേട്ടൻ വന്നിട്ടേ മനുവിനെ അവിടെ വെച്ച് കുത്തി. ആംബുലൻസ് അവന്മാര് വന്നിട്ട് എടുത്തിട്ട് പറഞ്ഞു മരിച്ചെന്ന് പറഞ്ഞു. ഗൗരി, 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 നീ പെട്ടെന്ന് വണ്ടി വിളി അങ്ങോട്ട്. അളിയാ, നീ ചെയ്തത് എന്താ എന്നാൽ നന്നായി കേട്ടോ. അവൻ തീർന്നതിൽ നിന്നും പിടിയില്ല. ആൾക്കാർ ഓടിക്കൂടിയപ്പോഴത്തേക്കും എന്താടാ, അവൻ തീർന്നില്ലേ? അവൻ തീർന്നോ ഇല്ലേന്ന് അറിയത്തില്ല. എന്തായിരുന്നാലും അനിയത്തി മരിച്ചിട്ടുണ്ട്. നീ എന്താടാ പറയുന്നത്? ഞാൻ ചേട്ടനോട് അപ്പോഴേ പറഞ്ഞതാ ഈ പണിക്കൊന്നും പോകരുതെന്ന്. അവര് മാന്യമര്യാദയ്ക്ക് ജീവിച്ചു പോയാന്. അത് ഞാൻ ചെറുവരികൾ കവിയെ മോഹിച്ചു, കവിയോ കവിതയ്ക്കുള്ളിൽ മറ്റൊരു പ്രണയം സൂക്ഷിച്ചു. കൈതപ്പൂമൊട്ടോ നദിയെ സ്നേഹിച്ചു, ഒഴുകിപ്പോകും നദിയെ നീലക്കടലും പ്രാപിച്ചു. നിഴലും നിറങ്ങളാകും അഴകിൻ മരാ